കാണും വേഗം ഞാൻ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിമ്പസ്വരം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിമ്പസ്വരം. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. സ്വർഗം വീണ്ടും അനുഗ്രഹിക്കുമാറാകണമേ, അത്ഭുതം സ്വർഗം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും അങ്ങനെ കൃപകളോട് കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് തിരുകരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. തുടർന്ന നിമിഷങ്ങളിൽ ആമേൻ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി പ്രിയ സിസ്റ്റർ അമ്മണി രാജൻ സിസ്റ്ററെ ദിവസം ക്ഷണിച്ചു. സ്തോത്രം 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 കർത്താവേ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. അതിരാവിലെ തിരുസന്നിധി കേൾക്കാമോ? തിരുസന്നിധി അണയുന്നൊരു സമയേ, ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. രജനീയതിലാടിയാനേ നീ സുഖമായി കാത്ത കൃപയ്ക്കായി. രജനീയതിലാടിയാനേ നീ സുഖമായി കാത്ത കൃപയ്ക്കായി. ഭജനീയമാം തിരുനാമത്തെ ആനന്ദം സ്തുതി മഹത്വം. ഭജനീയാം നിന്തിരുനാമത്തെ ആനന്ദം സ്തുതി മഹത്വം. എവിടെല്ലാം ഈശോയിൻ മൃതി നടന്നിട്ടുണ്ടോ പരനേ. എവിടെല്ലാം ഈശോയിൽ മൃതി നടന്നിട്ടുണ്ടോ പരനേ. അതിൽ നിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. അതിൽ നിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. നെടുവേർപ്പെട്ടു കരഞ്ഞിടുന്നു ഫലമർദ്യരി സമയേ. നെടുവേർപ്പെട്ടു കരഞ്ഞിടുന്നു ഫലമർദ്യരി സമയേ. അടിയാനുള്ളിൽ കോതുകാം തന്ന കൃപയ്ക്കായി സ്തുതി നിനക്ക്. അടിയാനുള്ളിൽ കോതുകാം തന്ന കൃപയ്ക്കായി സ്തുതി നിനക്ക്. കിടക്കയിൽ വച്ചറിയാം സാത്താനടുക്കാതിരിപ്പാതിനാൻ. കിടക്കയിൽ വച്ചറിയാം സാത്താനടുക്കാതിരിപ്പാതിനാൻ. അടുക്കൽ ദൂതഗണത്തെ കാവലണച്ച കൃപയാനൽപ്പം. അടുക്കൽ ദൂതഗണത്തെ കാവലണച്ച കൃപയാനൽപ്പം.
ഉറക്കത്തിനു സുഖവും തന്നരികെ നിന്നു കൃപയാൽ. ഉറക്കത്തിനു സുഖവും തന്നരികെ നിന്നു കൃപയാൽ. ഉറങ്ങാതെന്നെ ബലമായി കാത്ത തിരുമേനിക്കു മഹത്വം. ഉറങ്ങാതെന്നെ ബലമായി കാത്ത തിരുമേനിക്കു മഹത്വം. അരുണൻ ഉദിച്ചുയർന്നീ ക്ഷിതിദൂതിയാൽ വിളങ്ങിടുമ്പോൾ. അരുണൻ ഉദിച്ചുയർന്നീ ക്ഷിതിദൂതിയാൽ വിളങ്ങിടുമ്പോൾ. പരനേ എൻ്റെ അകമേ വെളിവാരുൾക തിരുകൃപയാൽ. പരനേ എൻ്റെ അകമേ വെളിവാരുൾക തിരുകൃപയാൽ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കൊരു പാട്ട് കൂടി പാടി ദൈവത്തെ സ്തുതിപ്പാം. ഹല്ലേലൂയ, സ്തോത്രം. കുരിശിന്റെ തണലാണെൻ്റെ അഭയമെന്നേശുനായക. കുരിശിന്റെ തണലാണെൻ്റെ അഭയമെന്നേശുനായക. തുണയെനിക്കേകിടേണമേ അണയുന്നു പാദപീഠേ ഞാൻ. തുണയെനിക്കേകിടേണമേ അണയുന്നു പാദപീഠേ ഞാൻ. ഉലകസ്ഥാപനം മുൻപെന്നെ ഫലമേകാൻ തെരഞ്ഞെടുത്തു. ഉലകസ്ഥാപനം മുൻപെന്നെ ഫലമേകാൻ തെരഞ്ഞെടുത്തു. ഉലകാവസാന നാളോളം അലയാതെ കാത്തിടേമവൻ. ഉലകാവസാന നാളോളം അലയാതെ കാത്തിടുമവൻ. നമ്മെ അവനറിയുന്നെന്നും തിന്മയ്ക്കായി ചെയ്വതില്ലൊന്നും. നമ്മെ അവനറിയുന്നെന്നും തിന്മയ്ക്കായി ചെയ്വതില്ലൊന്നും. നന്മയ്ക്കായി നൽകുന്നതോർത്തെന്നോ സന്മനസാൽ സഹിച്ചിടുക. നന്മയ്ക്കായി നൽകുന്നതോർത്തെന്നും സന്മനസാൽ സഹിച്ചിടുക. ശത്രു നമ്മെ എതിർത്തെന്നാലും മിത്രമായോർ കൈവെടിഞ്ഞാലും. ശത്രു നമ്മെ എതിർത്തെന്നാലും മിത്രമായോർ കൈവെടിഞ്ഞാലും. തത്രപ്പെട്ടുള്ള കലങ്ങല്ലേ കർത്തനിൽ വിശ്വസിച്ചുറയ്ക്ക. തത്രപ്പെട്ടുള്ള കലങ്ങല്ലേ കർത്തനിൽ വിശ്വസിച്ചുറയ്ക്കാം. കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലി മൂടവനൊട്ടിച്ചു.
കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവോടവനൊട്ടിച്ചു. സൽഫലം കായ്ച്ചുലഞ്ഞിടട്ടെ, വല്ലഭനുല്ലാസമേകട്ടെ. അപ്പ സൽഫലം കായ്ച്ചുലഞ്ഞിടട്ടെ, നല്ല സൽഫലം കായ്ച്ചുലഞ്ഞിടട്ടെ, വല്ലഭനുല്ലാസമേകട്ടെ. കുരിശിന്റെ തണലാണെൻ്റെ അഭയാമെന്നേശുനായക, തുണയെനിക്ക് കിടണമേ. അണയുന്നു പാദപീഠേ ഞാൻ, തുണയെനിക്ക് കിടണമേ. അണയുന്നു പാദപീഠേ ഞാൻ. സ്തോത്രം കർത്താവേ, സ്തോത്രം അപ്പ. അങ്ങയുടെ പാദപീഠത്തിൽ അണയുക ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ കർത്താവേ. അപ്പാ അത്രത്തോളം ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കായി സ്തോത്രം. ഇത്രത്തോളം പാട്ട് പാടുവാനുള്ള കൃപ എൻ്റെ ദൈവമക്കളും കർത്തദാസനും ഒക്കെ അടിയനല്ലിയ ഈ ഒരവസരം ഒരുക്കി തന്ന ദൈവനാമ കർത്തദാസനും ദൈവമക്കൾക്ക് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നപ്പാ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആ ദിവസങ്ങളിൽ പാടുവാൻ ദൈവം സഹായിച്ച ദൈവത്തിനുകൾക്കായി പ്രഭാത ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ കൈമാറ്റം ചെയ്യുവാനും ദൈവസന്നിധിയിൽ മധ്യസ്ഥനയ്ക്ക് പ്രാർത്ഥിക്കുവാനുമുള്ള സമയമാണ്. അതിനുവേണ്ടി യുപിയിൽ നിന്ന് പ്രിയ സാറമ്മ ജോണാജിയെ ക്ഷണിച്ചു. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനാ സഭയുടെ തലങ്ങളിൽ ഒരു സുപ്രഭാതം കൂടി കർത്താവിനെ സ്തുതിപ്പാൻ മോഹപ്പെടുത്തുവാൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് ജീവൻ തന്ന് ഒരു സുപ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദൈവം ദാനമായി തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ മേലൊക്കെയും കർത്താവ് ജയം തന്നു. പലരും സാക്ഷികൾ പറയുവാനിടയായി പല വിഷയങ്ങൾക്കും കർത്താവ് ജയം തന്നിരിക്കുകയാണ്. ദൈവത്തിന് എന്നോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇപ്പോൾ പല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമായ പല വിഷയങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എന്നുമെന്നും ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനുള്ളത് നാളെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. തായ്വാനിൽ നടന്നതായ സംഭവം എല്ലാവരും അറിഞ്ഞല്ലോ. ഭൂകമ്പം മൂലം അവിടെ ആ ദേശത്ത് അനേക ബിൽഡിങ്ങുകൾ മറിഞ്ഞു വീഴുവാനും അവിടെയുള്ള അനേകം പേര് മരണമടയുവാനും അനേകം പേരുടെ ധനസമ്പത്തികളെല്ലാം നഷ്ടപ്പെടുവാനും ഇടയായി. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. 1000-ൽ പരം ജനങ്ങൾ മരിച്ചു. അത് ഒരു സംഖ്യയാണെന്നാൽ പല അതിനകത്ത് ഇനിയും കുടുങ്ങിക്കിടപ്പുണ്ട്. അനേകം പേരെ രക്ഷപ്പെടുത്തുവാൻ അനേകം പേര് അതിനായി ഒരുങ്ങിയിരിക്കുന്നു. അവരെ ദൈവം ശക്തിയും ബലവും കൊടുത്ത് അവരെയൊക്കെ ജീവനോട് വെളിയിലിറക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദേശത്തൊരു സമാധാനം വരുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന്റെ ചുറ്റുപാടുള്ള പല സ്ഥലങ്ങളിലും ഇതിന്റെ അറ്റാക്ക് ഉണ്ടായി. റഷ്യയുടെ പ്രദേശത്ത്, ഇന്ത്യയുടെ പ്രദേശത്തൊക്കെയും ഇതൊക്കെ സംഭവിച്ചു. ദൈവം അതിൽ നിന്നൊരു വിടുതൽ കൊടുക്കുവാൻ ആ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ശാന്തിയും സമാധാനം ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ആ ദേശത്തിന് വേണ്ടി ആദ്യമായി പ്രാർത്ഥിക്കാം. ഒരു സമാധാനം കേൾക്കുവാൻ, ഇനിയും അനേകം പേര് മരണപ്പെടാതെ ദൈവം അവരെയൊക്കെയും ജീവനോട് ശേഷിപ്പിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂകമ്പം എവിടെ ഉണ്ടാകുന്നു നമ്മൾ അറിയുന്നില്ല. അടുത്ത നിമിഷം എവിടെയാണെന്ന് നമുക്ക് അറിയാൻ വയ്യ. നമ്മുടെ ദേശങ്ങളെല്ലാം നമ്മുടെ ആൾക്കാരെയെല്ലാം ദൈവം ജീവനോട് ശേഷിപ്പിക്കേണ്ടതിന് കർത്താവ് ഉള്ള സമയം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവരാജ്യത്തിലെ അവകാശികളാകുവാൻ, എങ്ങനെ നമ്മുടെ മരണം സംഭവിച്ചാലും അത് ദൈവനാമത്തിനായി തീരുവാൻ, ദൈവം നമുക്ക് സ്വർഗനാട്ടിൽ പോയി ദൈവത്തോടൊത്തൊരുമിച്ച് അവിടെ പാടി ആരാധിപ്പാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്കായി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ആ തായ്വാനിലെ ദേശത്തിന് വേണ്ടി നമുക്ക് ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമേ, കഴിഞ്ഞ ദിവസം പ്രകൃതി കർത്താവെ തായ്വാനുണ്ടായതാകുന്ന ആമേ പ്രയാസം, അതിന് കർത്താവെ കഷ്ടപ്പെടുന്ന എത്രയോ ജീവിതങ്ങള് കർത്താവെ, പല ആമൻ കെട്ടിടങ്ങൾ പറഞ്ഞ് പലരും അതിനെ ഉള്ളിലായിരിക്കുന്നു കർത്താവെ. പലരും രോഗത്തിന്റെ അവസ്ഥയിലും കർത്താവെ ഹോസ്പിറ്റലുമായി കഴിയുന്നുണ്ട് കർത്താവെ. അനേക കുടുംബങ്ങളിലുള്ള പ്രിയപ്പെട്ടവരും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായി വേദനയിലും ദുഃഖത്തിനുമായിരിക്കുന്നു കർത്താവെ. ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവീയാശ്വാസം, ദൈവ പ്രത്യാശ
ദൈവീയ വിടുതലൊക്കെ ദൈവോടെ അയക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആ കെട്ടിടത്തിൽ കിടക്കുന്നതൊക്കെ വേഗത്തിൽ അവരെല്ലാം പുറത്തെടുക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുരക്ഷാ കർത്താവ് സന്നദ്ധരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. വളരെ ത്യാഗം സഹിച്ച ഒരു കർത്താവ് ആ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ ഭൂകമ്പം കർത്താവെ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പടയായി നിങ്ങൾ കേൾക്കുകയായി. ദൈവമേ, അവിടെ എല്ലാം കർത്താവിന്റെ കരം കൂടെ ഉണ്ടാകണമേ. ദൈവം പ്രവർത്തിക്കണമേ. ദൈവം ആദേശത്തോട് മനസ്സലിയണമേ കർത്താവെ. ആ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ജീവിതങ്ങളെ ദൈവം വിടുവിക്കണമേ കർത്താവെ. ദൈവീയ സമാധാനം, ദൈവീയ അഭിഷേകം, ദൈവീയ വിടുതല, ദൈവീയ കരുണ ആദേശത്തിന് ദൈവം അയക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന കേട്ട് ആ ദേശത്തെ കർത്താവ് വിടുവിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ചല്ലോ. ദൈവം അതിന്മേൽ വിജയം തന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ഛത്തീസ്ഗഡിന് വേണ്ടി, അവർ ജാർഖണ്ഡിന് വേണ്ടി, അവർ UP-യുടെ പ്രദേശത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം എപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എന്നാൽ എന്നും എപ്പോഴും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. RSSകാരും ബജരംഗ് ബലികളൊക്കെയും ദേശമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് ആരെ വിഴുങ്ങുവാൻ വേണമെന്ന് കരുതിക്കൊണ്ട് അവർ ഓരോരുത്തർക്കും നടന്ന് പല നഷ്ടങ്ങൾ കഷ്ടങ്ങളൊക്കെയും വരുത്തുന്നു. ദേവദാസന്മാരെയൊക്കെയും വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളറിയാത്ത കാര്യങ്ങളും വളരെ നടക്കുന്നുണ്ട്. ആ നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യമില്ലാത്ത ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവേലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും ദൂരെയായി വേല അതിശീഘ്രമായി നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ, ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ അറിയുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സംഭവങ്ങളൊക്കെയും കേൾക്കുന്നത് കർത്താവിന്റെ വരവിനെ സൂചിപ്പിക്കുന്നതാണ്. ഭൂകമ്പവും ക്ഷാമവും യുദ്ധവും ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മളുടെ തിരുവചനത്തിൽ കാണുന്നത് പോലെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട അവസരമാണിത്. തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കാൻ പോകുമല്ലോ ഒക്കെ തോന്നുന്ന അവസരങ്ങളല്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെവരെയും സഹായിക്കട്ടെ. ഈ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം UP-യുടെ പ്രദേശങ്ങൾക്ക് വേണ്ടി, ഛത്തീസ്ഗഡിന് വേണ്ടി, ജാർഖണ്ഡിന് വേണ്ടി, അവിടെയുള്ള ദേവദാസന്മാരുടെ വിടുതലിന് വേണ്ടി, കഷ്ടം അനുഭവിക്കുന്ന വേണ്ടി, ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ അപ്പന്റെ പാദപിടുത്തിൽ മുഴങ്കാലം മുടക്കുവാനുള്ള കൃപേന്റെ കർത്താവ് തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവ്. പ്രിയ കർത്തദാസി പറഞ്ഞതായ വിഷയങ്ങളെല്ലാം അപ്പന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പച്ച കർത്താവെ, വടക്കേ ഇന്ത്യയിലെ ദൈവവേലയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പച്ച അല്ലെ ഗുജറാത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജാർഖണ്ഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ, UP ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെയല്ലേ ദൈവമക്കൊക്കെ വിരോധമായി നിൽക്കുന്ന സകല ആദേശങ്ങളെയും അപ്പന്റെ പൊന്നുകരത്തിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പച്ച കഴിഞ്ഞ നാളുകൾ തന്റെ ഭക്തന്മാർ അനുഭവിച്ച വേദനകളെ, യാതനകളൊക്കെ അപ്പ എന്റെ കർത്താവിന്റെ കരത്തിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിലും ഏറെക്കുറെയൊക്കെ എന്റെ കർത്താവ് ഞങ്ങൾക്ക് മറുപടി തന്ന് ഞങ്ങളെ കർത്തദാസന്മാരെ കുടുംബത്തെ അവിടങ്ങളായി അപ്പൻ സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പച്ച അതിന്റെ പിന്നിൽ അല്ലേലിയ ജയിലുകളിൽ കിടക്കുന്ന കർത്താവെ, കർത്തദാസന്മാരെ കുടുംബമുണ്ട് കർത്താവെ, നമ്മുടെ വിശ്വാസികളുണ്ട് കർത്താവെ. വളരെ ഭാരത്തോടെ കണ്ണുനീരോടെ നെടുവേർപ്പോടൊക്കെ തന്റെ ഭക്തന്മാരെ കർത്താവെ ജയിലുകളിലായിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കരമൊന്ന് പ്രവർത്തിക്കുമാറാകണമേ കർത്താവെ. അവർക്ക് ജാമ്യം കിട്ടി എത്രയും വേഗം അവര് പുറത്തിറങ്ങി വന്ന് കർത്താവിന്റെ വേലയിൽ പിന്നെ അധികം പ്രയോജനപ്പെടുവാൻ എന്റെ കർത്താവ് സഹായിക്കുമാറാകണമേ കർത്താവെ. നാളുകൾ അടഞ്ഞു കിടക്കുന്ന ആലയങ്ങളൊക്കെ തുറന്ന് എന്റെ കർത്താവിനെ ആരാധിപ്പാൻ ബലമേറ്റെടുപ്പാൻ ആ ദേശത്തിലെ ജനങ്ങളെ കർത്താവ് സഹായിക്കുമാറാകണമേ കർത്താവെ. സുവിശേഷ
വിരോധികളെ കർത്താവെ അപ്പന്റെ കരുത്തിൽ ഏൽപ്പിക്കുകയാണ്. അപ്പ നാളുകൾ ആര് വിരോധികളായി മുൻനിരയിൽ നിൽക്കുന്നുവോ എന്റെ കർത്താവ് അവരെ ഒന്ന് തൊടുമാറാകണം. അപ്പ അവര് ഈ ബൈബിൾ ഒന്ന് ചുമക്കുവാനുള്ള ഒരു ഉത്തമ സാക്ഷിയായി തീരുവാനുള്ള കൃപ കർത്താവെ ഈ സുവിശേഷ വിരോധികൾക്ക് കർത്താവ് കൊടുക്കണമേ കർത്താവെ. കഴിഞ്ഞ നാളുകളിൽ അപ്പന്റെ സന്നിധി വിരോധമായി നിന്നവർ എത്രയോ പേര് ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഇന്നും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചുവെങ്കിൽ അപ്പ ഇന്ന് ഇതിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ആരായാലും എന്റെ കർത്താവിന്റെ കരം അവരോടുകൂടി ഇരിക്കണം. അവരെ ഒന്ന് വിളിച്ച് വേർതിരിക്കണമേ കർത്താവെ. ഈ വലിയ രക്ഷ അവരൊന്ന് കണ്ടുമുട്ടുവാൻ വിശ്വാസത്തിന്റെ നായകനും ബോർത്തി വരുത്തുന്നവനുമായ എന്റെ പ്രാണപ്രിയനെ ഒന്ന് അറിയുവാൻ എന്റെ കർത്താവ് ആ സുവിശേഷ വിരോധികളെ കർത്താവ് വിളിച്ച് വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ ദൈവമക്കൾക്ക് വിരോധമായി ഏത് ദേശങ്ങളൊക്കെ നിൽക്കുന്നു ആ ദേശത്തിലെ ഭരണാധികാരികളോട് കർത്താവ് ഇടപെടണമേ കർത്താവെ. ആരും ഇനിമേല് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വിരോധമായി എഴുന്നേൽക്കുവാൻ ഒരു തരി പോലും ദൈവമക്കൾക്ക് വിരോധമായി എഴുന്നേൽക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കരുതേ കർത്താവെ. മൃഗസ്നേഹികളെ മനുഷ്യ സ്നേഹികളാക്കി തീർക്കുവാൻ തക്കോണം എന്റെ കർത്താവ് ദേശത്തിലെ ജനങ്ങളോട് ഇടപെടണമേ കർത്താവെ. അപ്പൊ ഞങ്ങൾക്ക് പല ദേശങ്ങളിൽ പല ഭവനങ്ങളിലായിരുന്നുണ്ട് എൻ്റെ അപ്പന്റെ സന്നിധി കരയുവാനും പ്രാർത്ഥിപ്പാനും അല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിവില്ലപ്പാ. സകലതും പ്രവർത്തിക്കുന്ന എന്റെ കർത്താവാകയാൽ ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു കർത്താവെ. നിറഞ്ഞ ഹൃദയത്തോടപ്പനെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഏതെല്ലാം വിഷയങ്ങൾ അപ്പന്റെ സന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്നു ആ വിഷയങ്ങൾക്കെല്ലാം എന്റെ കർത്താവ് മറുപടി തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവെ. കർത്താവിന്റെ വയൽ പ്രദേശങ്ങളിൽ അധ്വാനിക്കുന്ന തന്റെ ഭക്തന്മാരെല്ലാം അപ്പന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന വേദനകള് ദുഃഖങ്ങള് എല്ലാം എന്റെ കർത്താവ് കാണുന്നു. എന്റെ കർത്താവെ അവർക്ക് തക്കതായ എല്ലാ വഴികളും വാതിലുകളും കർത്താവ് തുറന്നു കൊടുക്കുക. ദേശത്ത് കർത്താവ് അവരുടെ വേല വളരെ അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മാക്കളെ ആദായപ്പെടുത്തുവാൻ എന്റെ കർത്താവെ എന്റെ ഭക്തന്മാരെ എല്ലാം കർത്താവ് ഒരുക്കണമേ. അപ്പൊ അവരുടെ ഭണ്ഡാരത്തിൽ ഒന്നിനും മുട്ടില്ലാതെ വേണം എന്റെ കർത്താവ് അവരെ നടത്തുമാറാകണമേ കർത്താവെ. പ്രത്യേകിച്ച് പാശ്രയം കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിൽ ഉണ്ടായ വിപത്തുകളിൽ നിന്നൊക്കെ കർത്താവ് ഇത്രത്തോളം ഇടതൽ കൊടുത്ത് ആശ്വാസം കൊടുത്ത് ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കണം എന്റെ കർത്താവ് അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. എന്റെ സിസ്റ്ററെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളെ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചു വേദനകൾ അനുഭവിച്ചെങ്കിൽ ലേലിയ എന്റെ കർത്താവ് ഇത്രത്തോളം ഇടതൽ കൊടുത്ത് ആശ്വാസം കൊടുത്ത് ലേലിയ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ എന്റെ കർത്താവ് സഹായിച്ച ഞങ്ങളുടെ വലിയ കരുണയ്ക്കായി സ്തോത്രം കർത്താവെ. ഇത്രത്തോളവും പ്രാർത്ഥിപ്പാനുള്ള കൃപയടീനെ തന്നതിനാല് സ്തോത്രം. പ്രാർത്ഥന കർത്താവ് കേട്ടതിനാല് സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന് വരവിനാ ഒരുക്കണം സകല യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് ഈ വിഷയത്തിന്മേൽ ദൈവം തന്നിരിക്കാൻ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. പരീക്ഷ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ റിസൾട്ടൊക്കെ ലഭിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് ലഭിക്കാൻ കർത്താവ് ഇടയാക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പരീക്ഷ കഴിഞ്ഞ് വിജയികളായ കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ അടുത്ത അഡ്മിഷൻ സമയമാണ്. അതിനുവേണ്ടി ഭാരിച്ച ചെലവുകളൊക്കെ ഉണ്ട്. മാതാപിതാക്കൾ ദുഃഖിതരാകാതെ അവരുടെ അഡ്മിഷനൊക്കെയും നടക്കുവാൻ അതിനുവേണ്ട വഴിയും വാതിലും തുറക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലൊക്കെയും പോകുവാൻ വേണ്ടി അവര് എക്സാമൊക്കെയും കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കൊക്കെയും ദൈവം പുതിയ പുതിയ വഴികൾ തുറക്കുന്നതിന് വേണ്ടി നല്ല ഭാവി ജീവിതം നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ അനിഷ്ട സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നല്ലോ. നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും കർത്താവിന്റെ ദൃഷ്ടി അവരുടെ മേൽ പതിയുവാൻ ശത്രുവായവൻ അവരെ ഒരു രീതിയിലും തെറ്റിക്കുവാൻ ഇടയാക്കാതെ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം സൂക്ഷിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ട് വളരെ പൈസ ലക്ഷങ്ങൾ മുടക്കി കടന്നുപോയിട്ട് ഇപ്പോൾ മടങ്ങി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ അടുത്തൊക്കെയും കാണുന്നത്. പല കുഞ്ഞുങ്ങളും നിരാശരമായി ഭവനത്തിൽ തിരിച്ചെത്തി. അതും പിന്നെ അവിടെ വാടകയ്ക്ക് താമസിക്കണം, ജോലി തന്നെത്താൻ കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയെ എത്തിയിരിക്കാൻ. ന്യൂസിലൻഡിലാണ് ഇപ്പോൾ 2 പേര് ഇപ്പോൾ മടങ്ങി വന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. വളരെ കഷ്ടങ്ങളിൽ കൂടെ അവർ 2-3 മാസങ്ങൾ അവിടെ കടന്നുപോയി. തീരെ നിവൃത്തിയില്ലാതെ അവര് മടങ്ങി വരികയാണ് ചെയ്തത്. അങ്ങനെ പല കുഞ്ഞുങ്ങളുണ്ട് നിരാശരായി ഭവനത്തിൽ ആയിരിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ഭാവി
കർത്താവ് ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് നമ്മുടെ പരീക്ഷ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നല്ല റിസൾട്ടിന് വേണ്ടി, വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, ഒരു വിദേശങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ച് എക്സാമൊക്കെയും കൊടുത്ത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അടിയങ്ങളുടെ പിൻതലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പരീക്ഷ എഴുതി കർത്താവേ ദൈവം കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയത്തെ അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു. പുതിയ അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് തക്ക സമയത്ത് കർത്താവേ നല്ല അഡ്മിഷനൊക്കെ ലഭിക്കാണ്ടിയാക്കണമേ. അതിനാവശ്യമായ ഭൗതികമായ നന്മകളൊക്കെയും അവിടുന്ന് ഉയർത്തി ദാനം ചെയ്യുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ ദൈവമേ പ്രാർത്ഥിക്കുന്നു. അവർക്ക് തക്ക സമയത്ത് ആവശ്യമായ പുതിയ വഴികളും വാതിലും തുറന്ന് സഹായിക്കണമേ കർത്താവേ. അവിടുന്ന് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ദൈവം അവിടുന്ന് ആകയാൽ കർത്താവേ ദൈവമേ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ മേലെ അവിടുന്ന് അല്പം പ്രവർത്തിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കർത്താവേ ജോലി കിട്ടാതെയും ദൈവം ഒക്കെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് തക്ക സമയത്ത് ആവശ്യമായ പുതിയ വഴികളും വാതിലും തുറന്ന് അവിടുന്ന് സഹായിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ നല്ല ഭാവി കുഞ്ഞുങ്ങൾക്ക് അവിടെ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുഞ്ഞുങ്ങളൊന്ന് പോലും ലോകത്തിന്റെ ഇമ്പങ്ങളിൽ വിരിഞ്ഞോടുവാണ്ടിയാകാതെ വണ്ണം അവിടുത്തെ പാതയെ മാത്രം പിൻപറ്റി അവിടുത്തെ പ്രകാരം ജീവിപ്പാൻ അനുഗ്രഹിക്കട്ടെ ഭാവി കർത്താവെ. കുഞ്ഞുങ്ങൾക്ക് ലഭിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുസരണവും ദൈവഭയവും അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന പ്രജാ ദൈവമേ കർത്താവെ. ഞങ്ങളുടെ തലമുറകളെല്ലാം അവിടെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതനയും കേട്ടിരിക്കായ സ്തോത്രം. സകല യേശു കൃഷ്ണത്തിൽ അപേക്ഷിക്കുന്നവരോടും കൃപയോടും കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം അത്ഭുത വിടുതൽ നൽകാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഇനി നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ്. മദ്യപാനത്തിലും ലഹരി പദാർത്ഥങ്ങളിലും മയക്കുമരുന്നിലും ഒക്കെ അടിമയായിരിക്കും നമ്മുടെ യൗവനക്കാര് ഈ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾക്ക് കണ്ണുനീരായി തലവേദനയായി കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ സംഭവം നടക്കുന്നത്. പല സ്കൂളുകളിലും കടകളിലും ഒക്കെ സാധനങ്ങൾ കൊണ്ടുവച്ച് കുഞ്ഞുങ്ങളെ പരാജിതരാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിൽ നിന്ന് ദേശത്തു നിന്നും നശിക്കുവാൻ, അതില്ലാതെയാകുവാൻ, അത് നിർമ്മിക്കുന്ന കമ്പനി കൂടെ ഇല്ലാതെയാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവ് സൂക്ഷിക്കട്ടെ. ഈ യോഗങ്ങളിൽ നടന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര് വിടുവിക്കപ്പെടുവാൻ, യൗവനക്കാര് ദൈവത്തെ അറിയുവാൻ, ദൈവസ്നേഹം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഈ ഭാഗത്തേക്ക് കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മദ്യപാനത്തിന്റെ അടിമയിൽ നിന്ന്, ഓരോ മയക്കുമരുന്നിന്റെ അടിമയിൽ നിന്നൊക്കെയും യൗവനക്കാരെ വിടുവിച്ച് ഒരു നല്ലൊരു ഭാവി ജീവിതം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കടഭാരത്താൽ വലയുന്ന പലരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കടഭാരങ്ങളെല്ലാം ഒഴിഞ്ഞ് ഒരു സ്വസ്ഥരാകുവാൻ, സമാധാനമായ ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ലോൺ എടുത്തിട്ട് തിരികെ അടയ്ക്കാൻ കഴിവില്ലാതെ വീടുകളൊക്കെയും ജപ്തി ചെയ്യുന്നതായ അവസ്ഥയിലെത്തിയിരിക്കുന്ന പലരുണ്ട്. ദുഃഖിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം സർവാധികാരിയാണല്ലോ. ദൈവം സർവത്തിന്റെയും ഉടമയാകയാല് നമുക്ക് അവർക്കൊക്കെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന യൗവനക്കാർക്ക് വേണ്ടി, മയക്കുമരുന്നൊക്കെ അവരെ വിടുവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ കടഭാരത്താൽ വലയുന്നവർക്ക് വേണ്ടി, ലോൺ എടുത്തിട്ട് തിരികെ അടയ്ക്കാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ രാജാവേ, അതിനെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അമ്മയ്ക്ക് തെളിയവരുടെ നിലവിളിക്ക് കർത്താവ് ഞങ്ങളുടെ ചെവി ഹല്ലേലൂയ തുറന്നിരിക്കുക. സ്തോത്രം ചെയ്യുന്നു അമ്മേ കർത്താവേ. നാഥ ഹല്ലേലൂയ. ഞങ്ങൾക്ക് അനവധി വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് ഇപ്പോൾ പറയപ്പെട്ടിരിക്കുന്ന വിഷയമായിട്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയോട് കർത്താവെ അടുത്ത് വരികയാണ്. ഹല്ലേലൂയ. അമ്മേ കർത്താവ്, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുമെന്നാൽ നിങ്ങൾക്ക് തുറന്നു തരും, അന്വേഷിപ്പിന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞങ്ങളുടെ വാക്ക് പറഞ്ഞിരിക്കുന്ന സ്വർഗ്ഗ പിതാവേ. അപ്പൊ ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവേ.
ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് കർത്താവേ നാഥ ഹല്ലേലൂയ ആമേ കർത്താവെ മദ്യപാനത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി, ആമേ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി കർത്താവെ അപ്പ ഞങ്ങൾ ദൈവസന്ധി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പ്രത്യേക ഞങ്ങളുടെ കാലയിലെ കേരളത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമൻ യൗവനക്കാര് കർത്താവെ നാഥ ഹല്ലേലൂയ ആമേ മദ്യപാനത്തിന് ലഹരിക്കൊക്കെയും അടിമകളായി ആമേ കർത്താവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേ തിരുവചനം പറഞ്ഞിരിക്കുന്നു, യൗവനക്കാര് യൗവനത്തിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊള്ളുക. ആമേ കർത്താവ് പ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് കർത്താവർ കടന്നു വരേണ്ടതിന് അതിനെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുവൻ ഏതിനോട് തോൽക്കുന്നു അതിനവൻ കാലയിൽ അടിമപ്പെട്ടിരിക്കുന്നുള്ള തിരുവചനം ഓർക്കുകയാണ് കർത്താവ്. അപ്പ യൗവനക്കാരൊക്കെയും കർത്താവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ ആമേ കർത്താവേ നന്ദ ലഹരിയിൽ നിന്നും കർത്താവ് വിമോചനം പ്രാപിക്കുവാന്, മദ്യപാനത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാന്, അവരൊക്കെ സുബോധമുള്ളവരായി തീരുവാന്, തങ്ങളുടെ ഭാവിയെ നഷ്ടപ്പെടുത്താതെ ഹല്ലേലൂയ ആമേ കർത്താവ് കുടുംബത്തിനും ദേശത്തിനും ഒക്കെയും കർത്താവ് അവരൊരു അനുഗ്രഹമായി തീരേണ്ടതിന് സ്വർഗീയ പിതാവേ അങ്ങ് അവിടെ നിന്ന് പ്രവർത്തിക്കണമേ. ആമേ കർത്താവേ നാഥ ഹല്ലേലൂയ ആമേ കർത്താവേ കാലയിൽ ഈ ലഹരി വസ്തുക്കളൊക്കെയും ഉണ്ടാക്കുന്ന സ്ഥാനങ്ങൾ കർത്താവ് അമ്മേ കർത്താവ് അതെല്ലാം കർത്താവ് പൂട്ടപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഒന്ന് പ്രവർത്തിക്കുമാറാകണമേ. അതിനെ ഞങ്ങളുടെ നിയമത്തെ കർത്താവെ അങ്ങൊന്ന് ക്രമീകരിക്കുമാറാകണമേ. ആമേ കർത്താവേ നാഥ ഹല്ലേലൂയ ആമേ ദൈവജനം ഉണർന്ന് പ്രാർത്ഥിച്ചെന്നാൽ ഇതിനൊക്കെയും ഒരു ഹല്ലേലൂയ മറുപടി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. സ്വർഗീയ പിതാവേ നാഥ അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കണം കർത്താവേ. അപ്പൊ അത് തോറും ഞങ്ങൾ കേട്ടും കണ്ടു വിരിക്കുന്നത് കർത്താവേ ആമേ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുമ്പോൾ അപ്പാ ഞങ്ങൾ അപ്പന്റെ തിരുമുഖത്തേക്ക് നോക്കിയാണ് ആമേ കർത്താവ് വിഷയങ്ങൾക്ക് മറുപടികളെ നൽകി തരുവാന് ആമേ സ്വർഗീയ രാജാവ് മതിയായവനായിരിക്കാല് ആമേ കർത്താവേ അത് അങ്ങ് ഇവിടെ നിന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആമേ ചെങ്കടലിനെ കർത്താവേ കല്ല് ഭാഗിച്ചവന് ആമേ യോർദാന്റെ ഒഴുക്കിനെ നിർത്തിയവന് ഹല്ലേലൂയ ആമേ കർത്താവേ നാഥ ഈ വിഷയത്തിൽ ആമേ കർത്താവ് കേരളത്തിലേക്കുള്ള ഈ ലഹരിയുടെ വരവിന് ആമേ കർത്താവ് വിരാമം കുറിക്കുവാന് അതിനെ കല്ലതിരുമേനിടുന്ന് പ്രവർത്തിക്കണമേ. ആമേ ബാല്യക്കാരൊക്കെയും കർത്താവ് എത്രയോ ബാല്യക്കാര് കർത്താവ് ഇതിന് കീഴ്പ്പെട്ടു പോകുന്നു. യേശുപ്പച്ച ആമേ യൗവനക്കാർ എത്രയോ പേര് തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു. ആമേ കർത്താവ് ലഹരി വർദ്ധിച്ചു ചേർത്ത് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ജീവിതങ്ങൾ അപ്പനേ നാഥ ഈ വിഷയങ്ങൾക്ക് കർത്താവ് ഞങ്ങൾക്ക് മറുപടി തരണം. തന്നെയുമല്ല കർത്താവ് ഞങ്ങളുടെ തലമുറകളെ കർത്താവേ അങ്ങ് കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്വർഗീയ പിതാവേ നാഥങ്ങ് അവിടുന്ന് അത്ഭുതത്തെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതേപോലെ കർത്താവ് ഇന്ന് പകൽക്കാലം കടഭാരത്താലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ കർത്താവെ അത്ഭുതങ്ങളുടെ ദൈവമേ അങ്ങ് അവിടെ നിന്ന് വഴിയും വാതിലും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങ് തുറന്നാൽ ആരും അടയ്ക്കത്തില്ലല്ലോ, അങ്ങ് അടച്ചാൽ ആരും തുറക്കത്തുമില്ല. നല്ല കർത്താവെ നാഥ ആമേ കർത്താവ് പ്രതിസന്ധിയിലായിരിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവ് വഴിയും വാതിലും കർത്താവ് തുറക്കണം. ഹല്ലേലൂയ അമ്മ ലോൺ എടുത്തിട്ട് കർത്താവ് തിരിച്ചടയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ ജപ്തിയുടെയൊക്കെയും ഭീഷണി നേരിടുന്ന മക്കളുകൾ ഉണ്ട് കർത്താവ്. നിന്റെ ദൈവമേ നാഥ അവിടുന്ന് കർത്താവെ അവരോട് കരുണയുണ്ടാകണമേ. ആമേ കർത്താവേ നാഥ ഹല്ലേലൂയ ഒരു വഴിയും വാതിലും കർത്താവ് പേർക്കൊന്ന് തുറന്നു കൊടുക്കണമേ. ആമേ കർത്താവ് നാഥ ഞങ്ങളുടെ തലയെ കുനിക്കത്തില്ല എന്ന് വാക്ക് പറഞ്ഞിരിക്കുന്നവൻ അമ്മ ഞങ്ങളുടെ തലയെ ഉയർത്തുന്നവൻ കർത്താവെ അങ്ങായിരിക്കുക സ്തോത്രം. അങ്ങയുടെ വചനമാണ് പറഞ്ഞിരിക്കുന്ന മലകളെയും നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കുമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന കർത്താവ് അതിനെ വിഷയങ്ങളുടെ മേൽ കർത്താവ് അവിടെ നിന്ന് പ്രവർത്തിച്ചാട്ട് അമ്മ രാവിലെ സമയത്ത് കർത്താവ് പ്രാർത്ഥിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകളെ യാചനകളെ കർത്താവ് കൈക്കൊണ്ടിരിക്കുക സ്തോത്രം, ഉത്തരമറിയിരിക്കുക സ്തോത്രം. ഈ സകലതും യേശു ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരമല്ലടം പരിശുദ്ധ പിതാവേ ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥന കേട്ട് ഈ വിഷയത്തിൽ കർത്താവ് ജയം തന്നിരിക്കാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇത്രയും നേരം ഈ ദേശത്തിന് വേണ്ടി പള്ളിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഴയ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലേ ആർക്കെങ്കിലും പുതിയ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടുപേർക്ക് പറയാമല്ലോ. പ്രൈസ് ലോർഡ് ആന്റി. എൻ്റെ പേര് സാറാമ്മ ജോയി എന്നാണ്. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ സമയം ഞങ്ങൾക്ക് ദാനമായി തന്ന കൊച്ചുമകനുമായിട്ട് മൂത്ത മോൻ ജോയിൽ അവിടെ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ജാർഖണ്ഡ് പ്രദേശത്തായിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്കൊരു കൊച്ചുമോനെ കൂടി തന്നു. ആ മോളും
ഒരു മോളും കൂടെ ഉണ്ട്. അവർ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചാൽ ഞങ്ങൾ ജാർഖണ്ഡ് പ്രദേശത്തേക്ക് കടന്നു പോകാനായിട്ട് നാളെ രാവിലെ ആഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ മക്കളെ കുറിച്ചിട്ടിരുന്ന ആ ദൈവിക പ്ലാൻ പദ്ധതി അവിടെ നിറവേറപ്പെടുവാൻ തക്കണം ദൈവം സഹായിക്കണം. പ്രാർത്ഥിച്ചതുപോലെ വളരെ പ്രതികൂല സാഹചര്യങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണുള്ളത്. എന്നാൽ അവിടെ ചെന്നാലും ദൈവത്തിന്റെ ഉത്തമ സാക്ഷിയെ നിൽപ്പാൻ തക്കണം കർത്താവ് കൃപ വേണം. കുഞ്ഞുങ്ങളെ കുറച്ച് നാൾ നോക്കുവാൻ അവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അതിനാവശ്യമായ ആരോഗ്യവും ബലവും തരണം. എനിക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാത്തിനും വിടുതൽ തരുവാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണല്ലോ. ഞങ്ങളുടെ യാത്രയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കൊച്ചുമോന് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ്. അവിടുത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കർത്താവ് കൃപ തരേണ്ടതിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. സ്തോത്രം. ഒരാളോട് പറഞ്ഞോട്ടെ. വിഷയങ്ങളൊന്നും വിശ്വസിക്കുന്നു. നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരിയും കുഞ്ഞുങ്ങളും കൂടി ജാർഖണ്ഡിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അവരുടെ യാത്രയെ കർത്താവ് സഫലമാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയൊക്കെ അവർക്ക് അനുകൂലമായി തീരുവാൻ, യാതൊരു പ്രതികൂലങ്ങളും ഉണ്ടാകാതെ സന്തോഷമായി സമാധാനമായി കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടി കടന്നു പോകുന്നു. അവിടെ ഒരു പ്രയാസവും അവർക്കുണ്ടാകാതെ കർത്താവ് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരോട് കടന്നു പോകുന്ന അവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാളെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, പറയപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയ കുടുംബം കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് കടന്നു പോകുന്ന ദൈവസാന്നിധ്യം ഉണ്ടാകണമേ. ഇതാ വഴി നിന്നെ കാക്കുവാൻ എന്റെ ദൂതനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. കർത്താവിന്റെ ദൂതനെ മുന്നായി ദൈവം അയക്കണമേ. കർത്താവേ, അവിടെ ചെന്ന് കർത്താവേ, പ്രിയ ദേവദാസൻ ദേശത്ത് പ്രവൃത്തി കൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. അങ്ങനെ മകൾ അവിടെ ചെല്ലുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ, ആ ദേശത്തിന് വിടുതലായി തീരുവാൻ, ആ ദേശത്തിന് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിക്കണമേ കർത്താവേ. ആമേ. യാത്രയൊക്കെ ദൈവ സാന്നിധ്യം ഉണ്ടാകണം, ദൈവീയ സാന്നിധ്യം കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതം കർത്താവ് വഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 കർത്താവ് പ്രാർത്ഥന പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രിയ സഹോദരി യാത്രയിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെയും കടന്നു പോകുന്ന ഞങ്ങളുടെ സുശിഷ്ട വേലക്കാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സുശിഷ്ട വേല നല്ലതായ രീതിയിൽ മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കും. പിന്നെ പ്രാർത്ഥിക്കാം. പല തടസ്സങ്ങൾ, പല ഉപദ്രവങ്ങളിലോ ഉണ്ടെങ്കിലും കർത്താവിന്റെ വേല നല്ല രീതിയിൽ നടക്കും. അതിനൊരു തടസ്സവുമില്ല. കർത്താവിന് വചനമുണ്ട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന വചനപ്രകാരം നമ്മുടെ ദൈവവേല സുവിശേഷകരൊക്കെയും കടന്നുപോയി വിവിധ സ്ഥലങ്ങളിൽ പോയി ദൈവത്തെ അറിയാത്ത ദേശങ്ങളിലൊക്കെയും കടന്നുപോയി വേല ചെയ്യുന്നവരുണ്ട്. അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പല പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. പല പട്ടിണി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പൈസയുടെയൊക്കെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ കേരളത്തെ പോലെയല്ല, നോർത്ത് ഇന്ത്യയിലും മറ്റ് അനേക ദേശങ്ങളിലൊക്കെയും ദൈവവേല ചെയ്യുവാൻ വളരെ പ്രയാസങ്ങളാണ്. വളരെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അവരനുഭവിക്കുന്നുണ്ട്. ഒരു വാഹനവും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവരാരോടും പറയുന്നില്ലെങ്കിലും കർത്താവ് ഭാരങ്ങളെല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ എല്ലാ ദൈവദാസന്മാരെയും എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ ഭാഗങ്ങളിലായി അവർ ജോലികൾ ചെയ്യുന്നു, ദൈവവേല ചെയ്യുന്നു. അനേകം പേരെ ഈ നാളുകളിൽ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ വേണ്ടതായ ശക്തിയും ബലവും ആരോഗ്യവും ദേവദാസന്മാർക്ക് കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം, അവരുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങളൊക്കെയും ഒരു തടസ്സവും കൂടാതെ നടക്കുവാൻ അവർക്ക് വേണ്ടതായ എല്ലാ സാമ്പത്തിക ഭദ്രതകളും കർത്താവ് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. അവരെ ഒരു രീതിയിലും കർത്താവ് വേദനിപ്പിക്കരുതില്ലെന്ന് നമുക്കറിയാം. അത് നമുക്ക് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണ്. എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ആരെങ്കിലും ഒരാൾ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാൽ.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, മഹാനിത്യനും പരിശുദ്ധനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അപ്പച്ച കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, കർത്തൃസിന്റെ പ്രഭാത സമയത്തിനായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം. കർത്താവെ, വീണ്ടും ഒരു പ്രാവശ്യത്തോടെ കർത്താവെ പ്രകാരം കർത്താവെ പ്രാർത്ഥന തന്നിലിരുന്നുകൊണ്ട് കർത്താവെ ദൈവത്തേക്ക് നോക്കുന്നത് വലിയ സാവകാശത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പച്ച ഞങ്ങൾ അനേക വിഷയങ്ങൾ അപ്പച്ച നിന്റെ സമർപ്പിച്ചു കർത്താവെ, അവിടുന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ സ്തോത്രം. ഒരു ദിവസങ്ങളിൽ എന്റെ മറുപടി തന്ന കർത്താവെ, അങ്ങ് സ്തുതിക്കാൻ മുഖത്തപ്പെടുത്തും കർത്താവ് കൃപ തരുന്നതിനായ സ്തോത്രം. ഇപ്പോൾ പറയപ്പെട്ട പിതാവെ, ഇപ്പോൾ പറയപ്പെട്ട വിഷയങ്ങളെ അപ്പച്ചന്റെ ബലമുള്ള കരത്തിലേക്ക്, വീര്യമെന്ന കരത്തിലേക്ക്, അനീത്യ ഭുജത്തിലേക്ക്, ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ കരത്തിലേക്ക്, ഇല്ലാത്ത ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള സർവശക്തിന്റെ കരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം അപ്പച്ച. ദൈവമേ, അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ വേലയെ സ്നേഹിച്ച് കർത്താവെ, അനേക ദൈവദാസന്മാര് വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് കർത്താവെ അപ്പാ ഹല്ലേലൂയ ഇന്ത്യയുടെ കർത്താവെ പല ഭാഗങ്ങളിലും കർത്താവെ എൻ്റെ ദൈവമേ അങ്ങയുടെ വേല കർത്താവെ തികച്ചെടുക്കുവാനായിട്ട് കടന്നു പോയിട്ടുണ്ടല്ലോ കർത്താവെ. വളരെ കർത്താവെ ബുദ്ധിമുട്ട് പ്രയാസവും ത്യാഗവും ഒക്കെ സഹിച്ച് കർത്താവെ ആ ചെയ്യുന്ന വേലകളെ കർത്താവെ അപ്പാ കർത്തദാസന്മാരെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ കൃപയും സാന്നിധ്യം അപ്പച്ച അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അവർക്ക് കർത്താവെ വേണ്ട വിധത്തിൽ കർത്താവെ പ്രവർത്തിപ്പാൻ ആവശ്യമായ ആ ഉയരത്തിലെ കൃപയും ശക്തിയും ബലവും ആലോചന അഭിഷേകവും നൽകി കൊടുത്ത കർത്താവെ. അപ്പാ അങ്ങയുടെ മക്കളെ അവിടുന്ന് മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ അങ്ങേ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് കർത്താവെ അങ്ങ് തന്നെ അലിച്ചത് പിതാവാണല്ലോ. അപ്പച്ച അവിടുത്തെ വലിയ കൃപ കർത്താവെ അവരെ ചുറ്റി പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ വളരെ ഭാരത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടെ കഷ്ടതയിൽ കൂടെ കർത്താവെ അങ്ങയുടെ വേല ചെയ്യുന്ന അനേക കർത്തൃവൃത്തന്മാരുണ്ടല്ലോ കർത്താവെ. ആരോട് ഞങ്ങളുടെ പ്രയാസങ്ങൾ പറയാതെ കർത്താവെ ദൈവമേ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. എന്നാൽ അപ്പച്ച ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവസ്ഥകൾ ഉള്ളതുപോലെ കാണുകയും അറിയുകയും ചെയ്യുന്ന അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ള സർവശക്തിന്റെ കരങ്ങളിൽ കർത്താവെ അപ്പ അടിയനെ അറിയുന്നില്ലെങ്കിലും കർത്താവെ പിതാവെ അങ്ങ് ഓരോരുത്തരെ അറിയുന്ന പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ കർത്തൃവൃത്തന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ എന്റെ ജീവിതത്തിലെ കുറവുകളൊന്നും കണക്കിടാതെ അപ്പ പ്രിയ മക്കളോട് അവിടുന്ന് കണ്ണ് കാണിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച ഹല്ലേലൂയ. അവിടുത്തെ മൃഗങ്ങൾക്ക് കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം കൊടുക്കും ദൈവമാണ് കർത്താവെ. അവരുടെ ചെറുതും വലുതുമായ ഓരോ ആവശ്യങ്ങളെയും അവസ്ഥകളെയും കർത്താവെ അപ്പ അവിടുന്ന് മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഉപജീവന മാർഗം കർത്താവെ, ഭവനമില്ലാത്തവരെ കർത്താവെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവര്, സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കുന്നവര് കർത്താവെ എൻ്റെ അപ്പച്ച, അതുപോലെ കർത്താവെ വൃദ്ധരായിരിക്കുന്ന മാതാപിതാക്കള്, നാട്ടിലുള്ളവര് അങ്ങനെ കർത്താവെ അപ്പാ ഹല്ലേലൂയ പല നിലകളിലെ കർത്താവെ അപ്പാ ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടല്ലോ. സ്വർഗത്തിലെ ദൈവമേ എൻ്റെ ദൈവമേ അപ്പച്ച അങ്ങയുടെ ശ്രീപണ്ണാടത്തിൽ ഒന്നിനും കുറവില്ലല്ലോ കർത്താവെ. എൻ്റെ അപ്പച്ച അങ്ങേ മാനിക്കുന്നവരെ അങ്ങ് മാനിക്കുന്ന ദൈവമാണല്ലോ അപ്പച്ച കർത്താവെ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങ് മതിയായ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് അവിടുത്തെ ശ്രീഭണ്ഡാരം അവിടുത്തെ കിളിവാതിൽ തുറന്ന് കർത്താവെ അവരുടെ ആവശ്യങ്ങളെ അങ്ങ് നിറവേറ്റി കൊടുത്ത് അങ്ങയുടെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്കിനെ സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച കർത്താവിന്റെ തന്നെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന കൃപകൾക്ക് മറവണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കർത്താവ് സുരക്ഷിതമായി കാക്കുവാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയാണ്. ഇന്ന് പവിത്ര ദിവസമാണ്, കർത്താവിനെ ആരാധിക്കേണ്ട ദിവസമാണ്. ഇന്ന് ഈ ഒരാഴ്ച മുഴുവൻ കർത്താവ് നമ്മളെ ഭദ്രമായി സൂക്ഷിച്ചു. കഴിഞ്ഞ ആരാധനയ്ക്ക് ശേഷം ഇന്നൊരു പകൽക്കാലം കർത്താവിനെ ആരാധിച്ച് സ്തുതിക്ക് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ. ആരെങ്കിലും രോഗികളായി ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ അവർക്ക് പൂർണ്ണ വിടുതൽ പ്രാപിക്കുവാൻ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ കടന്നുപോയി സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ എല്ലാ അഭിഷേകത്തോടെ ദൈവവചനം ഘോഷിക്കുവാൻ കർത്താവരെ ആത്മാവിൽ നിറച്ച് വചനം പ്രസ്താവിക്കുവാൻ കർത്താവ് അവരെയൊക്കെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രീതിയിലും ഇന്നത്തെ ആരാധനയെ കർത്താവ്
അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥനാ ആലയങ്ങളെയും കർത്താവ് സുരക്ഷിതമായി മുദ്രയിട്ട് സൂക്ഷിക്കട്ടെ. ഒരു ശത്രുവിന്റെയും പോരാട്ടം എങ്ങും ഉണ്ടാകുവാൻ അനുവദിക്കരുത്. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ജാർഖണ്ഡിലുള്ള ആ സംഭവം നടന്നത്. എന്നാൽ ദൈവം ഇന്നത്തെ ആരാധനയിൽ എങ്ങും ഒരു തടസ്സവും കൂടാതെ, ഒരു ശത്രുവിന്റെയും പോരാട്ടങ്ങൾ ഉണ്ടാകാതെ നല്ല രീതിയിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ ഭയമില്ലാതെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആരാധനാലയങ്ങളെയും വഹിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും എവിടെയെങ്കിലും ഉപദ്രവത്തിന് നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തോട് ദൈവം ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന എല്ലാ രീതിയിലും സ്വർഗം മാനിച്ച് നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ പ്രാർത്ഥിച്ചത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത്രയും സമയം ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവിനോട് യാചിക്കുവാനും കർത്താവ് സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് ഉത്തരമരലിരിക്കുന്നതിലേക്കായി സ്തോത്രം. ഇന്നത്തെ പവിത്ര ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ആരാധനകളെല്ലാം അനുഗ്രഹിക്കണമേ, എല്ലാ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരു തടസ്സവും കൂടാതെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും കർത്താവേ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുവാൻ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ വ്യക്തികളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു തടസ്സവും ഒരു ഉപദ്രവങ്ങളും എങ്ങും ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ ആരാധനാലയങ്ങളെയും സുരക്ഷിതമായി സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കുവാൻ നിന്റെ ദാസന്മാരെ അധികാരപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവിൽ നിന്നുകൊണ്ട് കർത്താവെ അഭിഷേകത്തോടെ ദൈവമേ നിന്റെ കർത്താവെ വചനം പുനഃസ്ഥാപിക്കാൻ ഘോഷിക്കുവാൻ അത് മറ്റുള്ളവർക്ക് അത് പ്രയോജനത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെയും പോക്കിലും വരവിലും പ്രവൃത്തിയിലെല്ലാം കർത്താവിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. വാഹനങ്ങളൊക്കെ അവിടെ നിയന്ത്രിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തടസ്സവും കൂടാതെ, ഒരു കർത്താവ് ദുർഘടനകളും ഉണ്ടാകാതെ, ഒരു ആക്സിഡന്റും ഇല്ലാതെ എല്ലാവരും ആരാധനയിൽ കടന്നുപോയി കർത്താവെ സന്തോഷം പ്രാപിച്ച്, സമാധാനം പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച് മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സർവ്വേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. കർത്താവ് ഇന്നത്തെ ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സമയം എനിക്ക് പ്രാർത്ഥന വിഷയങ്ങൾ എനിക്ക് നല്ല സന്ദർഭമുണ്ടെന്ന ദൈവദാസനെ ഒരു പ്രാവശ്യം നന്ദി അറിയിച്ചു ദൈവദാസനെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയം ദിവസത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. അമേൻ അതിനെ നേതൃത്വം കൊടുക്കുവാൻ പ്രിയസാരമായ ദൈവം സഹായിച്ചുവല്ലോ. അമേൻ വീണ്ടും പ്രാർത്ഥനയോടുകൂടി തന്നെ തുടരുക. ഇന്നത്തെ ദിവസം ആരാധനയിലെല്ലാം ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ യാത്രയിലും ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സ്വർഗം വെളിപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു ചെറിയ തിരുവചന ചിന്ത ദൈവമക്കളുടെ കൈമാറ്റം ചെയ്ത് ആ മിനി സെഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ശരണപ്പെടുകയാണ്. നമുക്ക് ചെറിയ വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേം തന്നെ, യഹൂദയിലെ ബേത്ലഹേം തന്നെ. ആമേൻ. നമുക്കറിയാവുന്ന പശ്ചാത്തലം. വിദ്വാൻമാർ ആമേൻ കിഴക്ക് കണ്ട നക്ഷത്രം അനുസരിച്ച് കൊട്ടാരത്തിന്റെ അകത്തേക്ക് ചെന്ന് അവിടെ ചെന്ന് അവർ കേട്ട ശബ്ദം അവിടെ കൈമാറ്റം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ശബ്ദത്തിന്റെ അകത്ത് അവർ കാത്തിരുന്ന നിമിഷങ്ങളിൽ രാജാവ് ചോദിക്കുന്ന ആ രാജാവിന്റെ മുമ്പിൽ അവർ ആ സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രാജാവ് രഹസ്യമായി തന്നെ അവരെ വിളിച്ച് അവരോട് പല കാര്യങ്ങൾ ചോദിക്കുന്ന ഭാഗം നമുക്കറിയാൻ കഴിയും. ആമേൻ. ഇങ്ങനെ ആമേൻ പറഞ്ഞതിന് ശേഷം ആമേൻ അടുത്ത നിമിഷങ്ങൾക്കകത്ത് അവർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അകത്ത് കൊടുക്കുന്ന മറുപടിയാണ് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. നമുക്കറിയാം മീഖാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞ വാക്യമായ തൊട്ട് താഴെ തന്നെ അത് എഴുതിയിട്ടുമുണ്ട്. യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല,
എന്റെ ജനത്തിന്റെ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് തന്നെ പുറപ്പെടും. നോക്കണമേ, തന്നെ നോക്കിക്കൊണ്ട് അവൻ ഒരു ദേശത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ ഒട്ടും ചെറുത് അല്ല, ഒട്ടും ചെറുത് അല്ല. നോക്കണമേ, ഇതുപോലെ കാലം അവൻ പറയുന്നു, അവൻ പല വാക്തത്വങ്ങളും നമ്മളോട് കേട്ടിട്ടുണ്ടെങ്കിലും പല ദൈവശബ്ദങ്ങളും കാതുകൾക്കകത്ത് കേട്ടിട്ടുണ്ടെങ്കിലും 10 വർഷമായി ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു, 2 വർഷമായി 3 വർഷമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരു പ്രത്യേക സ്ഥലത്ത് നോക്കിക്കൊണ്ട് ആ തിരുവചനം പറയുകയാണ്, യഹൂദ ദേശത്തിലെ ബെത്ലഹേമേ. യഹൂദ, അപ്പൊ ഒത്തിരി ബെത്ലഹേം ഉള്ളപ്പോൾ അവൻ ഒരു പ്രത്യേക സ്ഥലത്തെ നോക്കിക്കൊണ്ട് ആ സ്ഥലത്തെ മാത്രം ചൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ പ്ലേസ് ഇതിന്റെ അകത്ത് നിന്ന് തന്നെ അവൻ വാക്തത്വം, പ്രിയ സ്നേഹിതരെ, നമ്മളോടാ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ദൈവശബ്ദം നമ്മളോടാ സ്വർഗം കൈമാറ്റിയിട്ടുള്ളെങ്കിൽ നമ്മിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ ചില പ്രവൃത്തി സ്വർഗം ചെയ്തെടുക്കുക തന്നെ ചെയ്യും. വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറത്തില്ല. അവൻ വാക്ക് മാറുന്ന സ്വർഗമല്ല, അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി വിശ്വസ്തനായി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. വാക്തത്വം പറഞ്ഞ സ്വർഗം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നോക്കണമേ, ഇതിനോട് പറയുന്നത് യഹൂദ ദേശത്തിലെ, യഹൂദ എന്ന് പറയുന്നത് സ്തുതിക്കുന്നവനാണ്. അപ്പൊ സ്തുതിക്കുന്ന ഒരുവനെ നോക്കിക്കൊണ്ട്, ദൈവസന്നിധിയിൽ സ്തുതി അർപ്പിക്കുന്ന നമ്മെ നോക്കിക്കൊണ്ട് സ്വർഗം പറയും, നാം ചെറുതല്ല. അവൻ സ്തുതിക്കുന്നവന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗം ചെയ്തെടുക്കുകയും തന്നെ ചെയ്യും. ഒന്നുകൂടി പറഞ്ഞ, വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വചനത്തിന് വേണ്ടി നാം നിലനിൽക്കുകയാണെങ്കിൽ അവൻ നമ്മിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ ചില പ്രവൃത്തി സ്വർഗം ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പദം അവിടെ കാണാം. നമുക്കറിയാം, അവൻ അവകാശമുള്ളവൻ വരുവോളം അവൻ ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലിന്റെ ഇടയിൽ നിന്നും നീങ്ങുകയില്ല. അപ്പൊ അവകാശത്തിൻ ഉള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് നീങ്ങത്തില്ലെന്നേ. അവൻ നോക്കണമേ, ഈ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ഈ പരിശുദ്ധനാമം നൽകുന്ന ആ ദൂതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൻ യോസഫും മറിയവും അവൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ആമേൻ പല കാതുകൾക്കകത്തൂടെ യോസഫിന്റെ കാതുകളിൽ കേൾക്കുന്ന ശബ്ദം മറിയം, ആമേൻ, സ്വാഭാവികമായി യോസഫിന്റെ കാതിൽ കേൾക്കുവാൻ കഴിയുന്ന ഒരു ശബ്ദം, അവൻ വിവാഹത്തിന് മുമ്പ് തന്നെ മറിയം പ്രഗ്നന്റ് ആണ്. ഈ ശബ്ദം അവൻ കാത് മാറി യോസഫിന്റെ കാതുകളിലും എത്തി. വചനം പറയുന്ന പ്രകാരമാണ്, യോസഫ് മറിയത്തെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഹൃദയത്തിൽ നിരൂപിച്ചു. ഗൂഢമായി ഉപേക്ഷിക്കുവാൻ, അവൾക്ക് ലോകപാതം ഒന്നും വരുത്താതെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഹൃദയത്തിന്റെ അകത്ത് നിരൂപിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് യോസഫിനോട് പറയുക, നീ അങ്ങനെ ചെയ്യണ്ട, അവളെ ചേർത്ത് കൊള്ളുക. ആമേൻ. ഒരേ ദൂത് തന്നോട് പറഞ്ഞ അതേ മറിയത്തോട് കൈമാറ്റം ചെയ്ത അതേ ദൂത് മറിയത്തോട് പറഞ്ഞത് എന്താ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവൻ അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, ഈ പ്രതിസന്ധി നിന്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ, അവൻ ഒരു തലമുറ ഉദരത്തിന്റെ അകത്ത് ഉരുവായി കഴിയുമ്പോൾ നീ കടന്നു പോകുന്ന മേഖല അവൻ ഒരുപാട് പ്രയാസമുള്ളൊരു മേഖലയാണ്. ഇതുപോലുള്ള ശബ്ദങ്ങൾ ആമേൻ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മേഖല, യാത്രകൾ ചെയ്യേണ്ട ഒരു മേഖല ജീവിതത്തിന്റെ അകത്ത് വരും. പ്രതിസന്ധികൾ ജീവിതത്തിന്റെ അകത്ത് വരും. അതിൻ്റെ അകത്ത് നിനക്ക് തരണം ചെയ്യുവാൻ ഞാൻ എൻ്റെ കൃപ ഇപ്പോഴേ കൈമാറ്റം ചെയ്യുകയാണ്. അവൻ ഒത്തിരി പ്രശ്നങ്ങൾ മറിയമേ നീ അഭിമുഖീകരിക്കേണ്ടി വരും. ഒത്തിരി പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടും. അവൻ സമൂഹത്തിന്റെ അകത്ത് നിന്നെ നിന്ദാപാത്രമാക്കുന്ന, നിന്നെ ദുഷിക്കുന്ന സാഹചര്യം മുമ്പിൽ കടന്നു വരും. അതിൻ്റെ അകത്തൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ എൻ്റെ കൃപ നിനക്ക് കൂടിയേ മതിയാവും. അതുകൊണ്ട് ആ വചനം അവിടെ പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവൻ പ്രതിസന്ധികൾക്ക് മുമ്പ് തന്നെ അവൻ ദൈവത്തിന്റെ ഒരു ഫേവർ ക്രിമിനലുകൾ നമ്മുടെ മുമ്പിൽ. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. 2 ദിവസമായി കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഒരു ചുമയുടെയൊക്കെ അസ്വസ്ഥതയാൽ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുകയാണ്. തുടർന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കണമേ എന്ന് വിവാഹത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പ്രതിസന്ധികൾക്കകത്ത് കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടാകും. നോക്കണമേ, അടുത്ത ആ ഭാഗത്തിന്റെ അകത്തോക്ക് വരുമ്പോൾ തന്നെ ആമേൻ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഒരു യോസഫ്. ഇവരുവരും
നടന്നു പോകുന്ന യാത്രകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ മത്തായി സുവിശേഷത്തിന്റെ അകത്ത് തന്നെ 2-ാം അധ്യായത്തിന്റെ അകത്ത് വരുമ്പോഴാണ് അവിടെ ഒരു നിയമം വരുന്നത്. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിൽ ബെത്ലഹേമിൽ ജനിച്ച ശേഷം ആ കാലഘട്ടം വരുന്നത്. എന്നാൽ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ വചനത്തിന്റെ അകത്ത് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ അവരായിരിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് നിയമങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ യോസഫിനോട് പറയാ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവിന്റെ പ്രവചനം. ആ 15-ാമത്തെ വാക്യം, 2-ന്റെ വാക്യത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് കാണുവാൻ കഴിയുന്നു. അവിടെ നിന്ന് അവരെ മാറ്റി മറ്റൊരു പ്ലേസിലേക്ക് വചനപ്രകാരം സ്വർഗം കൊണ്ടുപോകുകയാണ്. എന്ന് ഞാനിന്ന് പ്രഭാതത്തെ ദൈവമക്കളോട് കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ശബ്ദപ്രയോഗം, ജനിക്കേണ്ട ഒരുവൻ ജനിക്കേണ്ട സ്ഥലത്ത് ജനിക്കേണ്ട സമയത്ത് ജനിച്ചു കഴിഞ്ഞാൽ ആ ദേശത്തിന്റെ അവസ്ഥ, മേഖലകളുടെ അവസ്ഥ സ്വർഗം മാറ്റും. ഒന്നുകൂടി പറഞ്ഞാൽ, വാഗ്ദത്തം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പ്ലേസുകളുടെ പേരുകൾ പോലും മാറും. നോക്കണം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നസ്രേത്ത് എന്ന് പറയുന്ന പട്ടണം എല്ലാവർക്കും അറിയാവുന്ന പട്ടണം. നസ്രേത്ത് എല്ലാവർക്കും അറിയാവുന്ന പട്ടണം. ബെത്ലഹേം എന്ന് പറയുന്നത് ആർക്കും അറിയാത്ത പട്ടണം. ആർക്കും അറിയാത്ത പട്ടണത്തെ നോക്കിക്കൊണ്ട് ആ പട്ടണത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീയോ ബെത്ലഹേമേ, നീയോ ബെത്ലഹേമേ, നീയോ ബെത്ലഹേമേ. ഇതുപോലെ കാലം ആരും അറിയാത്തൊരു പട്ടണമാണെങ്കിലും ആ പട്ടണത്തെ നോക്കിക്കൊണ്ട്, നീ എങ്ങും അറിയപ്പെടാത്തൊരു ദേശമാണെങ്കിലും നിന്നെ നോക്കിക്കൊണ്ട് ദൈവിക വാഗ്ദത്തത്തിന്റെ പ്രവചനം പറഞ്ഞിട്ട് ഒത്തിരി നാളുകൾ കഴിഞ്ഞേ. എന്നാൽ 38 വർഷത്തിന് ശേഷം, ചില നാളുകൾക്ക് ശേഷം അതിൻ്റെ അകത്തു നിന്ന് തന്നെ ഒന്ന് ഉരുവായി വന്നു. അറിയാത്ത പട്ടണം ബെത്ലഹേം എന്ന് പറയുന്നത് അറിയാത്തൊരു പട്ടണമാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ, നസ്രേത്ത് എല്ലാവർക്കും അറിയാവുന്ന, ആ കാലഘട്ടങ്ങളിൽ നസ്രേത്ത് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പട്ടണമാണ്. ബെത്ലഹേം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആർക്കും അറിയാത്തൊരു ദേശമാണ്. ആ ദേശത്തെ നോക്കിക്കൊണ്ട് ഇന്ന് പോൽക്കാലം പറയട്ടെ, നമ്മെപ്പറ്റി ലോകത്തിന് അറിയാത്തൊരു സ്ഥലമായിരിക്കും. നാം എന്ന പേര് അറിയപ്പെടാത്തൊരു മേഖലയായിരിക്കും. എന്നാൽ നമ്മെ നോക്കിക്കൊണ്ട് സ്വർഗം പറയുകയാണ്, നിങ്ങളിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ പദ്ധതി പുറത്തു വരും. അറിയപ്പെടുന്നതിനെ നോക്കിക്കൊണ്ടല്ല, അറിയപ്പെടുന്നത് ഒത്തിരി ഉണ്ടായിട്ടും അറിയപ്പെടാത്ത ഒന്നിനെ സ്വർഗം തെരഞ്ഞെടുത്തു. യോഗ്യതയുള്ള പേർ ഒത്തിരി പേർ കൊട്ടാരത്തിൽ കാത്തിരുന്നപ്പോൾ യോഗ്യതയില്ലാത്ത മറിയത്തെ സ്വർഗം തെരഞ്ഞെടുത്തിട്ട് മറിയത്തോട് പറയുന്നു, കൃപ ലഭിച്ചവളെ, തെരഞ്ഞെടുക്കപ്പെട്ടവളെ, ദൈവിക പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവളെ. ഇതുപോൽക്കാലം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടട്ടെ. സ്തുതിക്കുവാൻ തയ്യാറാകുന്ന ഒരുവനെ നോക്കിക്കൊണ്ട് സ്വർഗം പറയുന്നു, യഹൂദേ, നീ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായ നിന്നിൽ നിന്ന് തന്നെ ദൈവത്തിന് അധിപതിയാകുന്നവൻ, സ്വർഗത്തിന് അധിപതിയാകുന്നവൻ ഇറങ്ങി വരും. ഇതുപോലെ കാലം മെസ്സേജുകളെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. വാക്തത്വം എത്രയുണ്ടെങ്കിലും ദൈവിക ശബ്ദം എത്രയുണ്ടെങ്കിലും ആ വാക്തത്വം നമ്മളോട് കൂടി തന്നെ സ്വർഗം നിവർത്തിക്കുന്ന ഒരു സ്വർഗമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, വാക്തത്വം ബെത്ലഹേമിലാ കിടക്കുന്നതെങ്കിൽ നസ്രയത്തിലിട്ട് സ്വർഗം നമ്മെ വട്ടം കറക്കത്തില്ല. പ്രിയമുള്ളവരെ, നസ്രയത്തിലിട്ട് സ്വർഗം വട്ടം കറക്കത്തില്ല. വാക്തത്വം ബെത്ലഹേമിലാണെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ ബെത്ലഹേമിൽ തന്നെ എത്തിക്കും. അതിനുവേണ്ടി രാജകീയമായ നിയമങ്ങൾ നമുക്കറിയാം. ആ കാലഘട്ടത്തിന്റെ അകത്ത് പേർ ചാർത്തേണ്ടതിന്, അവരുടെ സെൻസസ് എടുക്കേണ്ടതിന് എന്ത് ചെയ്തു? എല്ലാവരും എങ്ങോട്ട് തന്നെ പോയി? അവർ ബെത്ലഹേമിലേക്ക് തന്നെ അവർ യാത്രയായി. അങ്ങനെയാണെങ്കിൽ ഒരുവൻ ജനിക്കേണ്ടത് എവിടെയാണെന്ന് ദൈവത്തിനറിയാം. വാക്തത്വം വെളിപ്പെടേണ്ടത് എവിടെയാണെന്ന് ദൈവത്തിനറിയാം. അത് മുൻകൂട്ടി നമുക്ക് വേണ്ടി രാജകീയ നിയമങ്ങളെ സ്വർഗം കൈമാറ്റം ചെയ്യുക തന്നെ ചെയ്യും. അവകാശം ഉള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ കാലിടയിൽ നിന്നും നീങ്ങുകയില്ല. അവകാശമുള്ളവനാണെങ്കിൽ, വക്തത്വമുള്ളവനാണെങ്കിൽ, അവൻ ജനിക്കേണ്ടത് ദൈവിക വക്തത്വമാണെങ്കിൽ നമ്മെ ആ സ്ഥലത്ത് തന്നെ സ്വർഗം എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കും. അതിൻ്റെ അകത്ത് നിയമങ്ങൾ തടസ്സമാണെങ്കിൽ അവൻ നിയമ
നിയമം എഴുതുവാൻ, നിയമങ്ങളെ മാറ്റി എഴുതുവാൻ, രാജകീയ നിയമങ്ങളെ കൊണ്ടുവരുവാൻ, യോസഫെ നിന്നെ അമേ ബെത്ലഹേമിൽ എത്തിക്കുവാൻ, മറിയമേ നിന്നെ ബെത്ലഹേമിൽ എത്തിക്കുവാൻ, ആ മണ്ണിൽ നിവർത്തി വരുത്തുവാൻ, ആ മണ്ണിൽ ദൈവത്തിന്റെ നിവർത്തി വെളിപ്പെടുത്തുവാൻ. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ബെത്ലഹേമിൽ വാക്തത്വം കിടക്കുന്ന നിന്നെ, ബെത്ലഹേമിൽ ദൈവശബ്ദമുള്ള നിന്നെ സ്വർഗം നഷ്ടത്തിലിട്ട് വട്ടം കറക്കത്തില്ല, അവിടെ കിടത്തി വട്ടം കറക്കത്തില്ല. തനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, തനിക്ക് വേണ്ടി സിറ്റ് ചെയ്ത ചില പ്ലേസുകൾ, നമുക്ക് വേണ്ടിയുള്ള ചില മേഖലകൾ സ്വർഗം തുറന്നു വെച്ചിട്ടുണ്ട്. സ്വർഗം തുറന്നു വെച്ചിട്ടുണ്ട്. ആരാധനയുടെ മേഖലകൾ, ആരാധനയ്ക്ക് വേണ്ടിയുള്ള മേഖലകൾ എന്തോ വെച്ചിട്ടുണ്ട് പറയുന്നു. ആരാധനയ്ക്ക് വേണ്ടിയുള്ള പുതിയ വഴികൾ, ആരാധനയ്ക്ക് വേണ്ടിയുള്ള ചില വാതിലുകൾ, ആരാധനയുമായി ബന്ധപ്പെട്ട്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വെളിപ്പെടുന്ന ഓരോ സാഹചര്യങ്ങളിലും വ്യക്തമായി ദൈവത്തെ ആരാധിപ്പാൻ, സ്വസ്ഥമായി ദൈവത്തെ ആരാധിപ്പാൻ, സമാധാനമായി ദൈവത്തെ ആരാധിപ്പാനുള്ള ചില വഴികളെ, വാതിലുകളെ സ്വർഗം തുറന്നു തരും. എന്തോ എനിക്ക് ഇന്ന് കാലം അങ്ങനെ ഒരു ദൂത പ്രഭാതത്തിൽ സഭയോട് കേൾക്കുന്ന ദൈവങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവജനത്തിന് വിരോധമായി, ആരാധനയ്ക്ക് വിരോധമായി എഴുതി വെക്കുന്ന ഓരോ രേഖകൾക്കകത്തും അനുകൂലമായ വിധികളെ എഴുതുവാൻ സ്വർഗം നാമത്തിൽ വിരോധമായി എഴുതുന്ന സകല രേഖകളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്ന സകല പ്രവൃത്തികളെയും ക്യാൻസൽ ചെയ്ത് കാലം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുകൂലമായ വിധികൾ, ആലയത്തിന്റെ അകത്ത്, ദേശത്തിന്റെ അകത്ത് അനുകൂലമായി ദൈവത്തിന്റെ വിധികൾ വെളിപ്പെടുവാൻ, ദൈവമക്കൾക്ക് അനുകൂലമായി ദൈവത്തിന്റെ വിധി എന്തോ ഒരു നിയമങ്ങൾ വെളിപ്പെടുന്നത് പോലെ, ആരാധനയ്ക്ക് വിരോധമായി ശക്തമായ ഒരു നിയമങ്ങൾ വെളിപ്പെടുന്നത് പോലെ സ്വർഗത്തിന്റെ മുമ്പിലേക്ക് അയക്കുന്നു. അതിന്റെ മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കാലം പ്രാർത്ഥിക്കുകയാണ്. ആരാധനകൾക്ക് ദേശത്തിന്റെ അകത്ത് വരുന്ന സകല പൂരുകൾക്കകത്തും എന്റെ ജനത്തെ ആരായിപ്പാൻ വിട്ടയക്കുക എന്ന മരുഭൂമിക്കകത്ത് നിന്നുകൊണ്ട് ആ കൈമാറ്റം ചെയ്ത മോശയോട് കൈമാറ്റം ചെയ്തതുപോലെ ഇവൽക്കാലം ആരാധനയ്ക്ക് വിരോധമായി വെളിപ്പെടുന്ന സകല ഭരപൂന്യ മേഖലകളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് ഭരപൂന്യ മേഖലകളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ആരാധനകൾ വെളിപ്പെടട്ടെ, സത്യത്തിൽ ആത്മാവിലുള്ള ആരാധനകൾ വെളിപ്പെടട്ടെ. അതിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല കൊമ്പുകളെയും, അതിന്റെ ആഴത്തിൽ പടർന്നു കിടക്കുന്ന വേരുകളെയും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സ്വർഗീയമായ അത്ഭുതം സ്വർഗം ചെയ്തെടുക്കും. ദേശത്തിന്റെ അകത്ത് സ്വർഗം വിജയം കാണിക്കും. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധമായ ഇങ്ങനെ ഒരു മേഖലകൾക്കകത്തേക്ക് സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. ഏത് മേഖലകൾക്കകത്താണെങ്കിലും ദൈവം നമ്മെ ഉറപ്പിക്കും, ദൈവം നമ്മെ നിർത്തും. ദൈവം ശക്തമായി തന്നെ ദൈവം നമ്മുടെ മേഖലകൾക്കകത്ത് ദൈവം നമ്മെ കരുതുക തന്നെ ചെയ്യും. വാക്തത്വമുള്ളവനെ നാശ്രയത്തിൽ ചുറ്റിക്കറക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. അവനെ ബേത്ലഹേമിൽ തന്നെ സ്വർഗം എത്തിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എന്റെ വാക്തത്വങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ, എന്റെ പ്രാർത്ഥനകളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ, എനിക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതികളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. കാതിൽ കേട്ടതൊന്നും നഷ്ടപ്പെടത്തില്ല. അത് കണ്ണിൽ കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗം കൃപ തരുമാറാകട്ടെ. ചെറുതെന്ന് പറഞ്ഞതിനെ നോക്കിക്കൊണ്ട് സ്വർഗം പറയുന്നു, നീ ചെറുതല്ല, നീ ചിലതിന്റെ അകത്ത് ദൈവ പദ്ധതിക്കകത്തേക്ക് കടന്നു വരുമ്പോൾ നീ ചെറുതെന്ന് പറഞ്ഞതിനെ നോക്കിക്കൊണ്ട്, ചെറിയ കൂട്ടമെന്ന് പറഞ്ഞതിനെ നോക്കിക്കൊണ്ട് സ്വർഗം പറയും, നിന്നെ സ്വർഗം പണിതെടുക്കുവാൻ സ്വർഗം ശക്തനാണ്. ഇന്നൽ കാലം ദിനങ്ങളാൽ സ്വർഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ ഇന്നത്തെ ആരാധന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധ കൈമാറ്റം ചെയ്തതുപോലെ ആരാധനകൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല മേഖലകൾക്കകത്തും സ്വർഗം കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രഭാതമാക്കി മാറ്റട്ടെ. നിയമങ്ങളെ അനുകൂലമാക്കി നിൽക്കുന്ന സ്വർഗം രാജകീയമായ നിയമങ്ങളെ, സ്വർഗീയ നിയമങ്ങൾ, കൊട്ടാരത്തിന്റെ അകത്തു നിന്ന് വെളിപ്പെടുന്ന നിയമങ്ങളെ പോലും ദൈവജനത്തിനു വേണ്ടി അനുകൂലമാക്കി മാറ്റുന്ന ഒരു സ്വർഗം നമ്മളോട് കൂടെ ഉണ്ട്. ഈ വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗുജറാത്തിൽ നിന്ന് മാത്യു വർഗീസ് പ്രാർത്ഥിച്ച ആശ്രമം പറയേ. നമുക്ക് വീണ്ടും
പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണേ. ശക്തമായ പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നു. ഓക്കെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെ ദൈവത്തിന്റെ കൃപയും സമാധാനം നമ്മളോടുകൂടെ ഇരുന്നു. നമ്മൾ അനേക വിഷയങ്ങൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന, ഒരുമിച്ചുള്ള ദൈവിക സന്നിധിയിലുള്ള യാചന, അതിന് കർത്താവ് ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് കേട്ട് തക്ക സമയത്ത് ദൈവം അതിന് മറുപടി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പ്രഭാതകാലത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഉയർപ്പിന്റെ പ്രഭാതകാലത്ത് അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരാൻ തൊക്കണം അങ്ങയുടെ കുഞ്ഞുങ്ങളാകെ ഞങ്ങൾക്ക് ഇടയാക്കി സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ ദൈവമേ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെച്ചല്ലോ കർത്താവേ. ഈ പ്രാർത്ഥനകളൊക്കെയും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് അതിന് മറുപടി തന്നിരിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരും ദൈവങ്ങളിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം കർത്താവേ. സ്തോത്രം. ഓരോ ദിവസവും അവരുടെ ജീവിതത്തിലെ കർത്താവ് ചെറുതും വലുതുമായ സകല ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണം എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. പ്രത്യേക ലീഡ് ചെയ്ത ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ മകൻ ഇത്രത്തോളം കർത്താവ് സ്തോത്രം ലീഡ് ചെയ്യാനുള്ള കൃപ കൊടുത്തതിനാണ് നന്ദിയോടെ സ്തോത്രം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. 2 കുഞ്ഞുങ്ങളും കർത്താവ് സ്തോത്രം ചുമയുടെ പ്രയാസത്താൽ ഭാരപ്പെടുന്നു. ആരോഗ്യം ബലവും കൊടുക്കുമാറാകണം എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. ഒരു പരിപൂർണ്ണ സൗഖ്യം ഇന്നത്തെ പകൽക്കാല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമാറാകണം എന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാ ബാലാരിഷ്ടയിൽ നിന്നും പ്രയാസത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിടുവിക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനേക വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്താവ് അവിടുന്നാണ് കർത്താവേ സ്തോത്രം. എന്നാൽ ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ കർത്താവേ സ്തോത്ര. ഹല്ലേലൂയ. മറ്റൊരു സ്ഥലത്തിട്ട് ഞങ്ങളെ കറക്കുന്ന ദൈവമല്ല, ഞങ്ങളെ എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് തക്ക സമയത്ത് എത്തിക്കും. അതിന്റെ കർത്താവ് ദിവസങ്ങൾ ഈ ദിവസങ്ങൾ അതിന്റെ ദിവസങ്ങളാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. പാൽക്കാലം ഞങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമാറാകണമേ. ഇന്നത്തെ കർത്താവ് സ്തോത്രം വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാധനയെ മുറ്റുമായി ദൈവം അനുഗ്രഹിക്കണമേ. ഇന്നത്തെ പാൽക്കാലം കർത്താവെ അങ്ങേ ആരാധിച്ച് ബലം പ്രാപിപ്പാന് അടുത്ത ഒരാഴ്ച ഒട്ടക്കാലം ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പകർന്നു തരുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരദേശായികളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളും സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം. തക്ക സമയത്ത് ദൈവം ആകാശത്തിന്റെ കിളിവാതിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേക ബൻസംഭാഷണം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ബിന്ദു സിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കൾ കൊടുത്ത വിടുതലായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്രയും വേഗം കിടക്കവട്ട് എഴുന്നേൽക്കുവാനും നടക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലോട്ട് ദൈവം ഞങ്ങളുടെ സമസ്യ വിഷയിപ്പിക്കുന്ന കഴിഞ്ഞ നാളുകളൊക്കെയും ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത കർത്താവിന്റെ പൊന്നുപെർ കരങ്ങളിലെ അടിയങ്ങളുടെ സമസ്യ വിഷയം ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിച്ച് കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. ഇന്നത്തെ പാൽക്കാലം കർത്താവ് ഞങ്ങളോട് കൂടി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിന്റെ സംബന്ധവും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഓക്കെ. മീറ്റിംഗിൽ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ ഹെർബർട്ട് പാസ്റ്ററോട് പ്രാർത്ഥിച്ച ലീഡ് ചെയ്ത സാറാമേന്റെ ആലപിച്ച അമ്മണിന്റെ എല്ലാം ഉള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥന മുന്നേറെ ഈ വിശുദ്ധ ആരാധന എല്ലാത്തിനും അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നമ്മിൽ അനുഗ്രഹിക്കുന്നു. ഹെർബർട്ട് പാസ്റ്റർ കുഞ്ഞുങ്ങളെ കർത്താവ് പൂർണ്ണമായ സൗഖ്യവും ബലവും ഈ തിരക്കിനിടയിലും അർദ്ധരാത്രിയാണെന്ന് അറിയാമെങ്കിലും ഈ മീറ്റിംഗ് ദൈവം സഹായിച്ചാൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചോളാം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം.
പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. ഒന്നു കാണാൻ എനിക്കാശയാ എന്റെ സർവാംഗ സുന്ദരനെ, ഒന്നു കാണാൻ എനിക്കാശയാ എന്റെ സർവാംഗ സുന്ദരനെ. വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം, വിദൂരമല്ല വിദൂരമല്ല ആ മഹത്സംഗമം.